നമ്മുടെ ഫേസിലെ ടാൻ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളൂ. നല്ല അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ട് ഇരിപ്പുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളൊരു 30-35 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ ചുളിവുകളൊക്കെ വീഴാനായിട്ട് തുടങ്ങും. ആ ഒരു ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് പഞ്ചസാര വെച്ചിട്ടാണ്. എല്ലാവരുടെയും വീട്ടിലേക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണ് പഞ്ചസാര. അപ്പോൾ ഈ ഒരു പഞ്ചസാര വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഡ്രൈനസ് മാറാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫേസിലെ ടാൻ റിമൂവ് ആക്കിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പം ഞാനിവിടെ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. പഞ്ചസാര എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് പൊടിച്ചിട്ട് പഞ്ചസാര എടുക്കുക. കല്ല് പഞ്ചസാര എടുക്കരുത്. നമ്മൾ നന്നായിട്ട് ഒന്നും കൂടെ പൊടിച്ചിട്ട് വേണം പഞ്ചസാര എടുക്കാനായിട്ട്. 1 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞളാണ്. ഇത് പച്ചമഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള പച്ചമഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ 1 നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കോഫി പൗഡറാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുക്കേണ്ടത്. 1 സ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് മാറാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക്. അടിപൊളി റിസൾട്ടാണ്. നമുക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ റിമൂവ് ആക്കിയിട്ട് സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഒരു ബ്രൈറ്റ്നസ് കൊടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഡ്രൈനസ് മാറാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ചുളിവുകളുണ്ടെങ്കിൽ ചുളിവുകൾ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനിയൊരു 30 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളൂ. നല്ല അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ട് ഇരിപ്പുണ്ട്. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം അടിപൊളി റിസൾട്ടാണ് കേട്ടോ. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും കേട്ടോ. സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.